അന്തരിച്ച നടി കവിയൂർ പൊന്നമ്മയുടെ സംസ്കാര ചടങ്ങുകൾ ആലുവയിലെ വസതിയിൽ തുടങ്ങി. മലയാളത്തിന്റെ മാതൃഭാവത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ പ്രിയപ്പെട്ടവർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി പ്രജിൻ സി കണ്ണൻ അവിടെ നിന്നുണ്ട്. പ്രജിൻ, മലയാളത്തിന്റെ മാതൃഭാവത്തിന് അവസാന ആദരം നൽകുകയാണ്. അവിടെ നിന്ന് എന്താണ് പുതിയ വിവരങ്ങൾ? മതപരമായ ചടങ്ങുകളെല്ലാം അവസാനിച്ച ശേഷം ഇപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? കവിയൂർ പൊന്നമ്മ വിടവാങ്ങുകയാണ്. ഒരു നാട് അത്രമാത്രം സ്നേഹത്തോടെ അവർക്ക് യാത്രാമൊഴി നേരുകയാണിപ്പോൾ. ആലുവ പുഴയുടെ തീരത്തുള്ള കരുമാലൂരിലെ വീട്ടിൽ അവർക്ക് അന്ത്യവിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. അല്പസമയത്തിനകം മൃതദേഹം ചിതയിലേക്ക് എടുക്കും. സഹോദരനാണ് ചിതയ്ക്ക് തീ കൊളുത്തുക. ഇപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ വീട്ടിലേക്ക്, ശ്രീപീഠം എന്ന് പറയുന്ന കവിയൂർ പൊന്നമ്മ കഴിഞ്ഞ കുറേ നാളുകളായി താമസിക്കുന്ന ഈ വീട്ടിലേക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേരുന്നുണ്ട്. അത്രമാത്രം സ്നേഹവും വാത്സല്യമുള്ള ഒരമ്മ എന്ന രീതിയിൽ തന്നെ ഇവിടെ എത്തുന്ന എല്ലാവരുടെയും മനസ്സിൽ ആ മുഖമുണ്ട്. തങ്ങളുടെ സ്വന്തം അമ്മയുടെ വേർപാട് പോലെ പലരും ഇവിടെ തേങ്ങുന്നത് നമ്മൾ കാണുന്നു. അങ്ങനെ ആ രീതിയിൽ ഒരു പ്രതിഭ കൂടി വിടവാങ്ങിയാണ്. മലയാള സിനിമയ്ക്ക് വലിയ വിടവുണ്ടാക്കിക്കൊണ്ടാണ് ആ പ്രതിഭയുടെ മടക്കം. പക്ഷേ അനശ്വരമാക്കിയ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ കവിയൂർ പൊന്നമ്മ എന്നും മലയാളികളുടെ മനസ്സിൽ ഇനിയും ഒരുപാട് കാലം ജീവിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 700-ലധികം സിനിമകളിൽ ചെയ്ത വേഷങ്ങൾ, ഒന്നിനൊന്ന് മികച്ച വേഷങ്ങൾ, അതെല്ലാം എന്നും മലയാളികൾ എന്നും ഓർത്തെടുക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ്, വേഷങ്ങൾ തന്നെയാണ്. ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരും ആ രീതിയിൽ സ്വന്തം അമ്മയുടെ വേർപാട് പോലെ, സ്വന്തം അമ്മയുടെ വിയോഗം പോലെ തന്നെ കണ്ടാണ് കവിയൂർ പൊന്നമ്മയെ അവസാനമായി ഒരു നോക്ക് കണ്ട് മടങ്ങുന്നത്. ഇപ്പോഴും ഈ വീട്ടിന് പുറകുവശത്ത് ഒരുപാട് പേർ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിരവധി ആളുകൾ ഇപ്പോഴും കവിയൂർ പൊന്നമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് എത്തിച്ചേരുന്നുമുണ്ട്. നേരത്തെ പൊതുദർശനം നടത്തിയ കളമശ്ശേരിയിലെ ടൗൺ ഹാളിലും ഒരുപാട് പേർ അമ്മയ്ക്ക് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ശ്രീപീഠം എന്ന ഈ വീട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അമ്മ താമസിക്കുന്ന, പൊന്നമ്മ ചേച്ചി താമസിക്കുന്ന ഒരു വീടാണ്. ചെന്നൈയിലെ താമസം മതിയാക്കി നാട്ടിലേക്ക് എത്തിയ ശേഷം പുഴയോട് ചേർന്നൊരു വീട് വേണം എന്നൊരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കരുമാലൂരിനടുത്ത് ഈ വീടിൽ താമസം തുടങ്ങിയത്. ശ്രീപീഠം എന്നാണ് ഈ വീടിന് പേര് വിളിച്ചിരിക്കുന്നത്. ആ നാട്ടുകാർക്കെല്ലാം ആ രീതിയിൽ തന്നെ എന്നും സ്നേഹം മാത്രം, സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം കണ്ടുനിന്ന ഒരമ്മ എന്ന രീതിയിൽ ഓർത്തെടുക്കുന്നു കവിയൂർ പൊന്നമ്മയും. ഒപ്പം അവർ അനശ്വരമാക്കി തീർത്ത ഒരുപാട് കഥാപാത്രങ്ങളെ ഓർത്തെടുക്കുന്നുണ്ട് ഇവിടെ എത്തിയ ഓരോരുത്തരും. പക്ഷേ പാട്ടുകാരിയാവണം എന്ന ആഗ്രഹത്തോടുകൂടി കലാരംഗത്തേക്ക് കടന്നു വന്ന ഒരു പ്രതിഭ പിന്നീട് അഭിനയത്തിൻ്റെ പല മേഖലകളിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കണ്ടു. അനശ്വരമാക്കിയ ഒരുപാട് വേഷങ്ങൾ നമ്മളെന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. MS സുബ്ബലക്ഷ്മിയെ പോലെ ഒരു വലിയ ഗായികയാകണം എന്ന ആഗ്രഹമായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ആദ്യം നാടകങ്ങളിലൂടെ അവർ ശ്രദ്ധ നേടുന്നു. ആദ്യമായി പാടുന്ന നാടകം മൂലധനം എന്ന KPSCയുടെ നാടകമാണ്. തൊപ്പിൽ ഭാസി എഴുതിയ നാടകം. ആ നാടകത്തിൽ ഗായികയായിട്ടാണ് കവിയൂർ പൊന്നമ്മ കടന്നു വരുന്നത്. പിന്നീട് ആ നാടകത്തിലെ നായിക കഥാപാത്രം ചെയ്ത നടിക്ക് പിന്നീട് ആ നാടകത്തിൽ തുടരാൻ സാധിച്ചില്ല. അതേ തുടർന്ന് പിന്നീട് ആര് ആ കഥാപാത്രം ചെയ്യും എന്നൊരു ചോദ്യം വന്നപ്പോൾ എന്തുകൊണ്ട് അത് കവിയൂർ പൊന്നമ്മയ്ക്ക് ചെയ്തുകൂടാ എന്നൊരു ചോദ്യം വന്നു. അതേ തുടർന്ന് പിന്നീട് ആ നാടകത്തിൽ തന്നെ നായികയായും ഗായികയായും മാറുന്ന കവിയൂർ പൊന്നമ്മയെ നമ്മൾ കണ്ടു. പിന്നീട് ഇങ്ങോട്ട് നാടകങ്ങളിൽ ഒരു വർഷം 400-ലധികം വേദികളിലൊക്കെ ചെയ്യുന്ന വളരെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അന്തരിച്ച നടി കവിയൂർ പൊന്നമ്മയുടെ സംസ്കാര ചടങ്ങുകൾ ആലുവയിലെ വസതിയിൽ ആരംഭിച്ചു. മലയാളത്തിന്റെ മാതൃഭാവത്തെ അവസാനമായി ഒന്ന് കാണാൻ പ്രിയപ്പെട്ടവർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേരാണ് കളമശ്ശേരിയിൽ ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയത് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ. മലയാളത്തിൻ്റെ പ്രിയ നടന്മാരായ മമ്മൂട്ടി, മോഹൻലാലും, സിദ്ദിഖും, കുഞ്ചനും, മനോജ് കെ ജയനും, രവീന്ദ്രനും, സംവിധായകരായ രഞ്ജി പണിക്കരും, B ഉണ്ണികൃഷ്ണനും തുടങ്ങി നിരവധി പേരാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ കളമശ്ശേരിയിലെ ടൗൺ ഹാളിലേക്ക് എത്തിയത്. മലയാളത്തിൻ്റെ പൊന്നമ്മ കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ നേരുകയാണ് മലയാള സിനിമാ ലോകവും സാംസ്കാരിക ലോകവും സാധാരണ ജനങ്ങളുമൊക്കെ. വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിനായി അഭിനയം ആരംഭിക്കേണ്ടി വന്ന കവിയൂർ പൊന്നമ്മയ്ക്ക് നിരവധി പ്രതിസന്ധികളിലൂടെയാണ് അഭിനയത്തിൻ്റെ തുടക്കകാലം പോകേണ്ടി വന്നത്. മകൾ പോലും വളരെ ചെറുതായിരിക്കുമ്പോൾ സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്കുള്ള ഓട്ടത്തെക്കുറിച്ചൊക്കെ പല അഭിമുഖങ്ങളിലും കവിയൂർ പൊന്നമ്മ ഓർത്തെടുത്തിട്ടുണ്ട്. പ്രജിൻ സി കണ്ണൻ തുടരുകയാണ്. പ്രജിൻ, തുടരാം. കവിയൂർ പൊന്നമ്മയ്ക്ക് ഒരു നാട് വിട ചൊല്ലുകയാണ്. ഇപ്പോൾ ആലുവ കരുമാലൂർ ദേശത്തിനടുത്തുള്ള പുഴയൂർ ചേർന്നുള്ള ഈ വീട്ടിൽ, ശ്രീപീഠം എന്ന വീട്ടിലാണ് ഇപ്പോൾ
സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം മൃതദേഹം ചിതയിലേക്കെടുക്കും. സഹോദരനാണ് ചിതയ്ക്ക് തീ കൊളുത്തുക. ഒരുപാട് പേർ ഇപ്പോഴും അവസാനമായി അമ്മയൊരു നോക്ക് കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നാടും തൊട്ടടുത്തുള്ള നാടുകളിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. മറ്റ് സാംസ്കാരിക മണ്ഡലങ്ങളിലെ, സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിരവധി പേർ അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മ എന്ന് തന്നെയാണ് പലരും എന്നല്ല, ഇവിടെ എല്ലാവരും എത്തിച്ചേർന്ന എല്ലാ ആൾക്കാരും പറയുന്നത് ആ രീതിയിൽ തന്നെയാണ്. സ്വന്തം അമ്മ വേർപെട്ടു പോകുന്ന പോലൊരു വിഷമം തോന്നുന്നു. അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്നു എങ്കിലും പക്ഷേ ഇങ്ങനെ പെട്ടെന്നൊരു വേർപാടുണ്ടാകുമെന്ന് കരുതിയില്ല എന്ന് എല്ലാവരും പരിതപിക്കുന്നുണ്ട്. ആ രീതിയിൽ സ്നേഹത്തോടെ മാത്രം ഓർക്കപ്പെടുന്ന ഒരു പ്രതിഭ, ഒരമ്മ, മലയാള സിനിമയുടെ അമ്മ മുഖം അങ്ങനെ മാഞ്ഞു പോകുന്നു. ശ്രീപീഠം എന്ന ഈ വീടിനെ മൂകമാക്കി നിർത്തിക്കൊണ്ടാണ് അമ്മയുടെ മടക്കം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാത്രമാണ് ഇവിടെ അമ്മ താമസമാക്കിയത്. 2018 അടുത്താണ് ഈ വീട്ടിലേക്ക് താമസം മാറുന്നത്, ചെന്നൈയിൽ നിന്നും. പിന്നീട് ഇവിടെയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ലോകം. ഈ പുഴയോട് ചേർന്ന ഈ വീട്ടിലായിരുന്നു ഇത്രയും നാൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവൾ ആ രീതിയിലൊക്കെ തന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ അമ്മയെ ഓർത്തെടുക്കുന്നുണ്ട്. അമ്മ എന്ന 2 വാക്കിൽ തന്നെയാണ് അവരെ എല്ലാവരും ചേർത്ത് വിളിക്കുന്നതും. പൊന്നമ്മ ചേച്ചി, പൊന്നമ്മ ആൻറ്റി, അമ്മ, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ അവർ എല്ലാവരുമായി പങ്കുവച്ചിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ രീതിയിൽ ഒരു വ്യക്തിബന്ധം സൂക്ഷിച്ച ആളെയാണ് ഇപ്പോൾ നഷ്ടമാകുന്നത് എന്ന് ഓർത്തെടുക്കുന്നു പലരും. നേരത്തെ പറഞ്ഞതുപോലെ 1962 മുതൽ 2022 വരെയുള്ള 60 വർഷ കാലയളവിൽ അഭിനയിച്ച് തീർത്ത ഒരുപാട് കഥാപാത്രങ്ങൾ, എടുത്തു പറയേണ്ട ഒട്ടനേകം കഥാപാത്രങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മോഹൻലാലുമായി ചെയ്ത അമ്മവേഷങ്ങളാണ്. മോഹൻലാൽ മകനായും കവിയൂർ പൊന്നമ്മ അമ്മയായും ചെയ്ത എത്രയോ സിനിമകൾ, അതിലെ ഓരോ രംഗങ്ങളും നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നതാണ്. കവിയൂർ പൊന്നമ്മ അഭ്രപാടിൽ മോനെയെന്നോ മോളെയെന്നോ അതിവാത്സല്യപൂർവ്വം വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സും വിളി കേട്ടിരുന്നു പലപ്പോഴായി ആ മോനെ അല്ലെങ്കിൽ മോളെ വിളിയോട്. അത്രമേൽ വാത്സല്യവും ഭക്തിയും ഒക്കെ ചേർന്ന മുഖം, ആ രീതിയിലുള്ള കഥാപാത്രങ്ങളൊക്കെ കവിയൂർ പൊന്നമ്മയ്ക്ക് ലഭിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള പലപ്പോഴായുള്ള ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ നിലപാടും കവിയൂർ പൊന്നമ്മ പറയുമായിരുന്നു. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അതിൽ പ്രായമല്ല പ്രധാനം, തനിക്ക് മുന്നിൽ കിട്ടുന്ന കഥാപാത്രമാണ് പ്രധാനം. ആ കഥാപാത്രത്തോട് കൃത്യമായി നീതി പുലർത്തുക എന്നതാണ് ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു കലാകാരൻ ചെയ്യേണ്ടത് എന്ന കൃത്യമായ നിലപാട് പറയുമായിരുന്നു കവിയൂർ പൊന്നമ്മ പലപ്പോഴായി. 1962 തൊട്ട് ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ ചെയ്ത വേഷങ്ങളെല്ലാം അമ്മ വേഷങ്ങളായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് തൊമ്മൻ്റെ മക്കൾ എന്ന ചിത്രം. അതിൽ തന്നേക്കാൾ പ്രായക്കൂടുതലുള്ള സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയായി കവിയൂർ പൊന്നമ്മ വേഷം ചെയ്യുമ്പോൾ 22 വയസ്സ് മാത്രമായിരുന്നു അവരുടെ പ്രായം. പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് അമ്മ വേഷങ്ങൾ നമ്മുടെ സിനിമാ മേഖലയ്ക്ക് കവിയൂർ പൊന്നമ്മ സമ്മാനിച്ചു. അതിൽ തനിയാവർത്തനം എന്ന ചിത്രം മറ്റൊരു അവിടെ മമ്മൂട്ടിയുടെ അമ്മ വേഷം ചെയ്ത കവിയൂർ പൊന്നമ്മ മകന് ചോറിൽ വിഷം പുരട്ടി ആ ചോറ് ഉണ്ട്. അതൊക്കെ അത്രമേൽ നമ്മുടെ മനസ്സിനെ അഗാധമായി തട്ടിയ രംഗങ്ങളാണ്. അതിലൊക്കെ കവിയൂർ പൊന്നമ്മയുടെ പകർന്നാട്ടം നമ്മൾ കണ്ടതാണ്. പിന്നീട് ഭരതം എന്ന ചിത്രം, സന്ദേശം എന്ന ചിത്രം, കിരീടം എന്ന ചിത്രം, ചെങ്കോൽ, ഇത്തരം ഈ സിനിമകളെല്ലാം തന്നെ കവിയൂർ പൊന്നമ്മയുടെ അമ്മവേഷങ്ങൾ നമ്മുടെ മനസ്സിനെ അത്രമേൽ തട്ടുന്നതായിരുന്നു. താരം കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരമർപ്പിച്ച സിനിമ